അള്ളാഹു മലക്കുകളോട് ചോദിക്കും. ഒരാള് തന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, എന്താ അവൻ ചെയ്തേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ പടച്ചവനെ, ഓ അൽഹംദുലില്ലാ അല്ലാഹ് പറയണേ. പടച്ചവൻ ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയും, നിങ്ങളൊരു വീട് പണി, സ്വർഗത്തിലൊരു വീട് പണി, എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക് എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം. അള്ളാഹു അതിനുള്ളൊരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ളൊരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് വന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയാൻ പഠിക്കുക. അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കുക. ഏത് വിഷയം വന്നാലും അൽഹംദുലില്ലാ പറയുക. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ്, ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറഞ്ഞേ, പറയുമ്പോൾ നല്ലതുപോലെ പറ. സുഖമാണോ? സുഖമാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതം സന്തോഷത്തിലാണോ? അൽഹംദുലില്ലാ ഇത് പറഞ്ഞാൽ മതി. എന്ത് വന്നാലും, തലകറങ്ങി വീണു, പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ ടെസ്റ്റ് ചെയ്തു, അവസാന റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്ത് പറയണം? എന്ത് പറയണം? പരീക്ഷയ്ക്ക് തോറ്റുപോയി, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി പോയി, എന്ത് പറയണം? ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, എന്ത് പറയണം? മക്കൾ മരിച്ചു, എന്ത് പറയണം? അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ക്യാൻസർ രോഗം അള്ളാഹു തന്നു, പൊട്ടിക്കരഞ്ഞാ മാറുവോ? നിലവിളിച്ചാ മാറുവോ? തലകുത്തിക്കിടന്നാ മാറുവോ? ഇല്ല. അൽഹംദുലില്ലാ അല്ലാഹ് തന്നു, പടച്ച റബ്ബ് തന്നു, ക്ഷമിക്കണം, അൽഹംദുലില്ലാ പറയണം. അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.